പഠിക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ അയാൾക്ക് വേറൊരു സ്ഥലത്ത് പോയിട്ട് പഠിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം കൊണ്ട് താമസം മാറിപ്പോയി, ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വന്നാൽ ഈ കുട്ടിക്ക് വേറൊരു സ്ഥാപനത്തിൽ പഠിക്കണമെങ്കിൽ പഠിക്കാനുള്ള ഫ്ലെക്സിബിലിറ്റി ഏത് കോഴ്സിനുണ്ട്? ഈ കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകൾക്കൊക്കെ ഉണ്ട്. ഇനി പറ്റുവാണെങ്കിൽ വെറുതെ വീട്ടിലിരുന്ന് പഠിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിന് ഏതെങ്കിലും സ്ഥാപനത്തിൽ പോയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് തന്നെ പരീക്ഷ എഴുതണമെന്നൊന്നും നമ്മുടെ നാട്ടിൽ നിയമമില്ല. ഈ പരീക്ഷ നടത്താൻ ബോഡിക്ക് ആഗ്രഹമില്ല. ബട്ട് പഠിക്കാനുള്ള ഒരു എളുപ്പത്തിനും കോഴ്സ് പെട്ടെന്ന് പാസ്സാകാനും വേണ്ടിയിട്ടാണ് നമ്മൾ കോച്ചിങ് സെൻറ്റർ സെലക്ട് ചെയ്യുന്നത്. ആ കോച്ചിങ് സെൻറ്ററിൽ തന്നെ ഫ്ലെക്സിബിൾ ആയിട്ട് ഓരോ ഘട്ടം ഓരോ സ്ഥലത്ത് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉള്ളപ്പോൾ കോഴ്സിൻ്റെ തുടക്കത്തിൽ തന്നെ മൊത്തം എമൗണ്ട് ലോണൊക്കെ ആക്കിയിട്ട് വാങ്ങി അതൊരു ട്രാപ്പിൽ പെടേണ്ട ആവശ്യം നമുക്കുണ്ടോ? ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് സംശയങ്ങളുണ്ട്, അങ്ങനെ ഞാൻ പറഞ്ഞത് ഇത് അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഫീസൊക്കെ അടക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. നിങ്ങൾക്ക് ഈ പറയുന്ന എല്ലാ കോഴ്സിനും കൃത്യമായിട്ട് എന്തുണ്ട്, കോഴ്സ് നടത്തുന്ന ബോഡിയുടെ ഫീസ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ACC ആണെങ്കിൽ സ്കില്ല്, നോളജ് ലെവൽ, സ്കിൽ ലെവൽ, പ്രൊഫഷണൽ ലെവൽ. CA ആണെങ്കിൽ CA ഫൗണ്ടേഷൻ, ഇൻ്റർമീഡിയറ്റ്, ഫൈനൽ. CMA ആണെങ്കിൽ CMA ഫൗണ്ടേഷൻ, ഇൻ്റർമീഡിയറ്റ്, ഫൈനൽ. ഇത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിന് ഓരോ ലെവലിൽ അടക്കേണ്ട ഫീസ്, അവർക്ക് അടക്കേണ്ട ഈ കോഴ്സ് നടത്തുന്ന ബോഡിക്ക് അടക്കേണ്ട ഫീസിനെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ കോച്ചിങ് സെൻറ്ററിൽ ഒന്നാമത്തെ ലെവലാവുമ്പോൾ തന്നെ ഫൈനൽ വരെയുള്ള ഫീസ് കൊടുത്ത് അത് ലോണും കൂടി ആക്കി അതൊരു ട്രാപ്പിലാവുന്നതിലും നല്ലത് ഓരോ ഘട്ടം കഴിയുമ്പോൾ അതിനെ ഫീസ് കൊടുത്തിട്ട് അതിനെ ഫ്ലെക്സിബിളായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അനാവശ്യമായിട്ട് ലോൺ എടുത്ത് രക്ഷിതാക്കൾക്ക് ഒരു ബാധ്യതയാക്കേണ്ട ആവശ്യം ഈ ഒരു മേഖലയിലില്ല, സത്യാവസ്ഥ പറഞ്ഞാൽ. ഇനി തീരെ സാമ്പത്തികമില്ലാത്ത ആൾക്കാർ ലോൺ എടുക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ഘട്ടത്തിൻ്റെ ലോൺ എടുത്തു, അതിൻ്റെ കോഴ്സ് കഴിയുമ്പോഴേക്ക് അത് ലോൺ അടച്ചു തീർത്ത് രണ്ടാമത്തെ ഘട്ടമാകുമ്പോൾ രണ്ടാമത് ലോൺ എടുത്താൽ മതി. അങ്ങനെ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടല്ലോ. അപ്പോൾ തുടക്കത്തിലേ കംപ്ലീറ്റ് എമൗണ്ട് ലോൺ എടുത്ത് അടക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ ഈ ഒരു നെഗറ്റീവ് പറഞ്ഞത്. അതിൻ്റെ ആവശ്യമില്ലാത്ത സ്ഥലത്ത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാവും. ഇൻ കേസ് ഇതിൻ്റെ അടവൊക്കെ തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ഒരു ധനകാര്യ സ്ഥാപനം അതിൻ്റെ പെനാൽറ്റിയും ഇൻട്രസ്റ്റൊക്കെ ചാർജ് ചെയ്യാൻ തുടങ്ങിയാൽ അത് എത്ര പെർസെൻറ്റേജ് ഉണ്ടാവുന്നുള്ളത്. അങ്ങനെ എത്ര ആൾക്കാർ ഈ ലോൺ എന്ന് പറയുന്ന ട്രാപ്പിൽ കുടുങ്ങി കിടക്കുന്നുണ്ട്. വീടെടുക്കാനും കാർ എടുക്കാനും ബൈക്ക് എടുക്കാനും ഒക്കെ ലോൺ എടുത്ത് അത് കൃത്യമായിട്ട് അടക്കാതെ അതിൻ്റെ പുറകിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. അത് നമ്മൾ ഒരു വിദ്യാഭ്യാസം നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ട്, ഭയങ്കര ലോങ് ടേം ബെനിഫിറ്റ് ഉള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്, താൽക്കാലിക ലാഭത്തിന് വേണ്ടിയിട്ട് ഈ ലോണുകളിൽ പോയിട്ട് തലവെക്കണോ വേണ്ടിയോ എന്ന് നിങ്ങളൊന്ന് ആലോചിക്കുക. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ദെൻ ഇതിൻ്റെ പുറകിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഞാൻ താഴെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നത് നിങ്ങൾക്ക് എന്നെ വിളിക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ, ഇതിനെക്കുറിച്ച് അറിയേണ്ട ആൾക്കാർക്കും ഈ വീഡിയോ ഒന്ന് എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഓൾ ദി ബെസ്റ്റ്.